ഇന്ത്യ ഗവൺമെന്റിന്റെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തുവിട്ട പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമതെത്തിയിരിക്കുകയാണ്. 100% സാക്ഷരതയുള്ള കേരളത്തിൽ, യുവതീ യുവാക്കളിൽ 70% ഡിഗ്രി യോഗ്യതയുള്ളവരുടെ കേരളത്തിൽ എന്തുകൊണ്ട് തൊഴിലില്ലായ്മ ഇത്ര രൂക്ഷമാവുന്നു? ഇതിനുള്ള പ്രധാന കാരണം ആവശ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും പുതിയ വ്യവസായ സ്ഥാപനങ്ങളെ ആകർഷിക്കുന്നതിലും നമ്മുടെ സംസ്ഥാനത്തിന്റെ തികഞ്ഞ പരാജയം തന്നെയാണ്. കൂടുതൽ നമ്മെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്തെന്ന് വെച്ചാൽ, യുവതീ യുവാക്കളിലുള്ള തൊഴിലില്ലായ്മ ഏകദേശം 30%-അടുത്താണ്. ഇത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും തന്നെ ഇത്രയും വരുന്നില്ല. കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ, കാലിക്കറ്റ്, MG, കേരള യൂണിവേഴ്സിറ്റികളിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഡിഗ്രി കോഴ്സുകളുടെയും സീറ്റുകളുടെയും വിവരങ്ങൾ എടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് യുവതീ യുവാക്കൾ കേരളത്തിൽ പഠിക്കാനും ജോലി ചെയ്യാനും താല്പര്യപ്പെടാത്തത് എന്നത്. 2023 കേരള സർക്കാരിന്റെ കേരള മൈഗ്രേഷൻ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ 2018 വരെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 1,30,000 ആയിരുന്നു. പക്ഷേ 2023 ആയപ്പോഴേക്കും ഈ സംഖ്യ ഉയർന്നു 2.5 ലക്ഷത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് കേവലം 5 വർഷം കൊണ്ട് തന്നെ ഇരട്ടിയിലധികം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് ജോലി ആവശ്യാർത്ഥവും പഠന ആവശ്യാർത്ഥവും കുടിയേറി കഴിഞ്ഞിരിക്കുന്നു. കേരള അക്കാഡമി ഓഫ് സയൻസിന്റെ സർവേ പ്രകാരം ഇങ്ങനെ വിദേശത്തേക്ക് പോകുന്നവരിൽ 10-ൽ 7 പേരും സ്വദേശത്തേക്ക്, അതായത് കേരളത്തിലേക്ക് തിരിച്ചു വരാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്.